ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ നാടായിട്ടുള്ള കണ്ണൂരിലെ പയ്യാമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നിട്ടുള്ള ഒരു ഇന്റർ റിലീജിയൻ മാരേജും അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ നിങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കോൺട്രവേഴ്സി ഉള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ ഇന്റർ റിലീജിയൻ എന്ന് പറയുന്ന സമയത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളത്. എസ്പെഷ്യലി ഒരു ഹിന്ദു ആൻഡ് മുസ്ലിം മാരേജ് എന്ന് പറയുന്നത് നമ്മൾ വളരെ റെയർ ആയിട്ട് മാത്രമേ കേൾക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ കിരൺ എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവാവും അതിൻ്റെ കൂടെ ഫാത്തിമ എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവതിയുമാണ് ഒളിച്ചോടി വിവാഹിതരായിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഫോട്ടോസ് ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വൈറൽ ആയതോടുകൂടി ഒരുപാട് അവരെ കുറിച്ച് ഗോസിപ്സും റൂമേഴ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ ഞാൻ നിങ്ങൾ ആദ്യം തന്നെ കേൾപ്പിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അത് കേട്ടിട്ടൊന്ന് തിരിച്ചു തരാം. ഇന്നലെ 2 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്തതാണ്. ഇന്നലെ രോഗമൊത്തം അറിയുന്നു, നാട്ടുകാർ അറിയുന്നു. കണ്ണൂർ മുണ്ടേരി എന്ന സ്ഥലത്ത്, ഇവിടെ മുണ്ടേരി സ്ഥലം, ഇവിടെ കണ്ണൂർ ഷെഹനായി ഡോക്ടർ ക്ലിനിക്കിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഷെഹനായി ഡോക്ടറെ ഭാര്യന്റെ ഡ്രൈവറെ മോനാണ് ഇത്. ഇവരെങ്കിൽ 2 കല്യാണം കഴിച്ചോളൂ. ഇന്നലെ പോണ പോക്ക് നോക്കിയിട്ട് ഇതിന്റെ പേര് തിരിച്ചു വരും. ഇതെല്ലാം ഇപ്പൊ ഒരു മോശം കൊണ്ട് തിരിച്ചു വരും. എന്തായാലും ഇൻഷാ അല്ലാഹ് കാത്തിരിക്കാം. അപ്പോൾ ഈ ഒരു ഓഡിയോ കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഈ കിരണിനെ കുറിച്ചും ഫാത്തിമയെ കുറിച്ചും കുറേയേറെ റൂമേഴ്സുകൾ പറയുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കിരൺ എന്ന് പറയുന്ന വ്യക്തി 2 കല്യാണം കഴിച്ചതാണ്, 2 കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും രജിസ്റ്റർ മാരേജ് 2 മാസം മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കിരൺ ഓൾമോസ്റ്റ് ഒരു 10-45 വയസ്സുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കിരണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫാത്തിമത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാത്തിമത്ത് ആക്ച്വലി അവരെ നിർബന്ധിച്ച് വേറൊരു എൻഗേജ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എൻഗേജ്മെന്റ് നടത്തി ആ ഒരു വ്യക്തിയെ ചതിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഫാത്തിമത്തിനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കുറെ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നത് എന്നുള്ള രീതിയിൽ പല റൂമേഴ്സ് ഇവരെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കിരൺ ആൻഡ് ഫാത്തിമത്ത് വേറെ വഴിയില്ലാഞ്ഞിട്ട് അവരൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് അവര് എന്തൊക്കെയാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യേണ്ട ആവശ്യം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ഇപ്പൊ അടുത്തായിട്ട് ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പം വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അതിലാരും സപ്പോർട്ട് ചെയ്യാൻ ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോ ഇതുപോലെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അതാണ് നമ്മുടെ കണ്ണൂരാണ് അല്ലെങ്കിൽ നമ്മുടെ കേരളയിലാണ് 100% ലിറ്ററസി ആണ്. ഇവിടെ ജാതിയും മതവും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഒരേപോലെ ഈക്വൽ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരിടാണ് എന്നൊക്കെ നമ്മൾ റീൽസിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പക്ഷെ അത് റീൽസ് മാത്രമേ കാണാനുള്ളൂ എന്നുള്ളതാണ്. ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്താണ് എന്താണ് ട്രൂ കളേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെയുള്ള സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണെന്നുള്ളത്, റിയൽ ലൈഫിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂ. റീലിൽ കാണുന്ന പോലെ അല്ല റിയൽ ലൈഫ് എന്നുള്ളത്. ഇത്ര സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കിരൺ എന്ന് പറയുന്ന വ്യക്തിയും ഈ ഫാത്തിമ എന്ന് പറയുന്ന വ്യക്തിയും ഇപ്പൊ അങ്ങനെ ഒരു ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോ ഇതിനകത്തൊരാള് ഒരു ഓഡിയോ ഇട്ടതിന്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഹേറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതും കാര്യങ്ങളും ചെയ്യുന്നത്. ആരും ഇതുവരെ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല, ഇതാക്കിയിട്ടില്ല. അപ്പോ എന്താന്നുള്ളത് നമ്മൾ തന്നെ തുറന്നു പറയാനുള്ള ഇതിലാണ് നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് പറയുന്നത് സത്യം തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കിലെ ലാബിൽ നിന്ന് പരിചയപ്പെട്ടാന്ന്, അങ്ങനെ സ്നേഹത്തിലായതാണ്. നമ്മൾ അതിനെ തുറന്നിട്ട് ഉണ്ടായ സ്നേഹത്തിന് നമ്മൾ എന്തായാലും ഒന്നിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കല്യാണം നേരി മുന്നോട്ടേക്ക് പോയത്. അതും ഇങ്ങനെയൊന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാരെ ഇതാക്കിയിട്ട് സങ്കടപ്പെടുത്തി ചെയ്യാന്ന് വെച്ചിട്ടൊന്നും ഇതാക്കിയതല്ല. 2 വീട്ടിലും പോയിട്ട് പെരുന്നാളിന് ശേഷം 2 വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിന്റെ ഇടക്കാണ് ഇവിടെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരേണ്ടി വന്നതും എല്ലാം പെട്ടെന്ന്. അപ്പോൾ ആ ഓഡിയോ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സത്യമാണെന്നാണ് കിരൺ പറയുന്നത്. അതായത് ഫാത്തിമത്ത് വർക്ക് ചെയ്യുന്ന ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിന്റെ ഡ്രൈവറായിരുന്നു കിരണിന്റെ അച്ഛൻ എന്ന് പറയുന്നത്. അപ്പോൾ കിരണിന്റെ അച്ഛന് പോകാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ കിരണായിരുന്നു ഡ്രൈവറായി പോയിക്കൊണ്ടിരുന്നത്. സോ അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടാണ് ഇവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നതും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതും. അതുപോലെ തന്നെ ഇവർക്ക് ഒളിച്ചോടി കല്യാണം കഴിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. രണ്ടുപേർക്കും പാരന്റ്സിന്റെയൊക്കെ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും കൂടെ തന്നെ കല്യാണം കഴിക്കാൻ തന്നെയായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഫാത്തിമത്തിന്റെ വീട്ടിൽ നടന്നിട്ടുള്ള ചില പ്രോബ്ലംസ് കാരണമാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നതെന്നാണ് കിരൺ പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഫാത്തിമത്തിനെ ഈ ഒരു ഇഷ്യൂ അറിഞ്ഞതിനെ തുടർന്ന് അവരുടെ പാരന്റ്സ് വേറൊരാളുമായിട്ട് എൻഗേജ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പ്രോബ്ലമാണ് കിരൺ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് തൊട്ടിട്ട് കുറെ പ്രശ്നങ്ങളാണ്. നമുക്ക് നാട്ടിൽ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാല് ഒളിവിൽ നിൽക്കുന്ന പോലെയുള്ള റൂമിന്റെ ഉള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ അങ്ങനെ ആയിട്ടുള്ള ആരോ ഒരാളൊരു വാട്സപ്പിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർ 2 കല്യാണം കഴിച്ചാണ്. ആ ഒരു ഓഡിയോ
പിന്നെ 2 മാസം മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം കല്യാണം കഴിച്ചത്. അതൊന്നല്ല, നമ്മള് മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കാം. അപ്പോൾ കുറെ ആൾക്ക് മനസ്സിലാവും. പിന്നെ ഈ അമ്പലത്തിന്റെ പ്രശ്നം പറഞ്ഞാൽ ഈ മഠത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ കാസ്റ്റ് മാറാൻ ഇതാക്കാനോ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയില്ല, അതുകൊണ്ട് ഒരു മതത്തിന് ഇതാക്കാനും നിന്നിട്ടൊന്നുമില്ല. എന്നെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്നെ കുറിച്ച് അറിയുന്ന ആൾക്കാർ പറഞ്ഞില്ല, എനിക്ക് ഹിന്ദുക്കളെക്കാട്ടും കൂടുതൽ മുസ്ലിം ഫ്രണ്ട്സ് തന്നെ ഉള്ളത്. നമ്മളൊന്നും ആ രീതിയിൽ അങ്ങനെ നമ്മൾ വയ്യാമ്പലം ഞാൻ ജനിച്ചു വന്നത്, നമ്മളൊന്നൊരു അങ്ങനെ രീതിയിൽ വളർന്നു വന്നത്. നമുക്കൊന്നൊരു മതത്തിന്റെ പേരിലൊന്നും ഒരു ആരും നമ്മൾ ഇതുവരെ ഇതാക്കിയിട്ടില്ല. എന്നെയും ഇതുവരെ എന്റെ ചങ്ങായിമാർ ആക്കിയിട്ടില്ല. ഇതിലാണെങ്കിൽ പരിപാടിക്കാണെങ്കിൽ അവർ വീട്ടിലുള്ള പരിപാടിക്കാണെങ്കിൽ ഞാനും പോവും, അവര് തിരിച്ചു ഇങ്ങനെ തന്നെയാണ്. ഇപ്പോ ആ ഒരു ഓഡിയോനെ വെച്ചിട്ട് ആ ഒരു ഓഡിയോനെ മാത്രം വിശ്വസിച്ചിട്ട് എന്താന്ന് കൂടി അന്വേഷിക്കാണ്ട് കുറെ ആൾക്കാർ അതിനുള്ള വീഡിയോ വളരെ മോശമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കല്യാണം കഴിച്ചെന്നെല്ലാം പറയാം, എന്റെ ഞങ്ങൾക്ക് 45 വയസ്സായി പറയുന്ന ആൾക്കാരുണ്ട്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ അതിന്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും മനസ്സിലാവും. നേരത്തെ പറഞ്ഞതുപോലെ കിരൺ 2 കെട്ടിയതാണെന്നും 45 ഇയേഴ്സ് ഓഫ് ഏജ് ഉണ്ടെന്നും 2 കുട്ടികളുണ്ടെന്നൊക്കെ പറഞ്ഞത് കള്ളാണെന്ന് കിരൺ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇവർക്ക് ആകെയുള്ളത് കിരണിന് 27 ഇയേഴ്സ് ഓഫ് ഏജും അതുപോലെ തന്നെ ഫാത്തിമത്തിന് ഉള്ളിൽ 21 ഇയേഴ്സ് ഓഫ് ഏജും മാത്രമാണ് ഉള്ളത്. ഞാൻ കുറെ സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് പറയുന്നത്, ഞാൻ ഒന്നും എടുക്കാണ്ടാ വന്നത്. അത് പറഞ്ഞു, അത് വണ്ടിക്കിടി ഞാൻ കേട്ടപാട് ഒരു യൂട്യൂബ് വ്ലോഗിൽ ഒരാൾ പറയുന്നുണ്ട് ഇവിടെ എന്തെല്ലാം സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാ വന്നേന്ന്. ഒന്നും എടുത്തിട്ടില്ല വരുമ്പോ. പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി 14 എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല. പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല, കുറെ പ്രശ്നമെല്ലാം ഉണ്ടായിന്. അങ്ങനെ ലാസ്റ്റ് കഴിഞ്ഞ 20 ഇറങ്ങുന്നതിന്റെ തലേന്ന് പറഞ്ഞ്. അപ്പൊ ആദ്യം ഇതിനു വേണ്ടിട്ട് ഇത് എന്തായാലും വിളിച്ചേ പറ്റും, മെസ്സേജ് പറ്റും, എന്തായാലും നോക്കിയേ പറ്റുന്നുള്ള ഒരു ഇത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് വേറെ വഴിയില്ലാത്തോണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. അപ്പൊ ഇങ്ങനെയല്ലാണ് കുറെ കാര്യങ്ങൾ നമുക്കിത് നമ്മളെ കൊണ്ട് സംസാരിക്കാൻ വേറെ ആരും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പൊ ഈ കല്യാണം കഴിച്ചെന്ന് പറയുന്ന ആൾക്കാരും ഇത് യൂട്യൂബിൽ വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്കും അന്വേഷിച്ചാൽ തിരിയും. ഞാനിപ്പോ ഇവിടെ കല്യാണം കഴിച്ചപ്പോ എനിക്ക് നിയമപരമായിട്ടുള്ള ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇതേപോലെ ഞാൻ ഇതിന് മുന്നേ 2 കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും ഇവിടെ ഹാജരാക്കുന്ന ആരും വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഗോൾഡ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് ഫാത്തിമത്ത് സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻഗേജ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിഞ്ഞത് കൊണ്ടായിരിക്കണം പെട്ടെന്ന് തന്നെ ചാടിക്കേറി എൻഗേജ്മെന്റും കല്യാണമൊക്കെ നടത്താനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനെയുള്ള പാരന്റ്സിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? സൊസൈറ്റിന് മുന്നിൽ നാണം കെട്ടുന്നല്ലാതെ വേറെ എന്താണ് ഇപ്പൊ ഇവിടെ നടന്നിട്ടുള്ളത്? മക്കളുടെ ഇഷ്ടം നോക്കാതെ ജാതിയും മതവും പണവും ഒക്കെ നോക്കി കെട്ടിക്കാൻ ശ്രമിക്കുന്ന പാരന്റ്സിന്റെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങളൊന്നും കാണുന്നില്ലേ? സ്ത്രീധനത്തിന്റെ പേരിൽ എത്രയോ പെൺകുട്ടികളാണ് സൂയിസൈഡ് ചെയ്യുന്നത്. പോരാത്തതിന് കഞ്ചാവ്, MDMA തുടങ്ങിയുള്ളതൊക്കെ യൂസ് ചെയ്തിട്ട് ഭാര്യമാരെ വന്ന് ഉപദ്രവിക്കുന്ന എത്ര ഹസ്ബൻഡ്സ് ആണ് നമ്മുടെയൊക്കെ ഇടയിലുള്ളത്. ചില ആളുകൾ മക്കൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നോ പറയും. ആ ചെക്കനെ കുറിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ആ ചെക്കൻ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ലവ് ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ പറയും നോന്ന്. മോൾക്കൊരാൾ ഇഷ്ടമാണെന്ന് പറയുന്ന സമയത്ത് ചാടിക്കേരി വേറൊരാളുടെ തലയിൽ കെട്ടിവെക്കുമ്പോൾ മോളുടെയും അതുപോലെ തന്നെ ഒന്നും അറിയാത്ത വേറൊരു പയ്യന്റെയും ജീവിതമാണ് അവിടെ നശിക്കുന്നത്. ഇവിടെ ഇപ്പൊ നിങ്ങൾ എൻഗേജ്മെന്റ് നടത്തിയിട്ടുള്ള ആ ഒരു പയ്യന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അയാൾ ഭയങ്കര നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തലയിലേക്ക് നിങ്ങളെ മകളെ കെട്ടിവെക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അദ്ദേഹം ഇതൊന്നും അറിയാതെ വന്ന് പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്. സോ ഒരാളെ ഇഷ്ടമാണെന്ന് വന്ന് പറയുന്ന സമയത്ത് ആ വ്യക്തിയെ കുറിച്ച് അന്വേഷിക്കുക, ആ വ്യക്തിയുടെ കുടുംബത്തെ കുറിച്ച് അന്വേഷിക്കുക, അല്ലാതെ അവരുടെ ജാതിയും മതവും പണമൊന്നും അല്ല അന്വേഷിക്കേണ്ടത്. ഞാനൊരിക്കലും ഒളിച്ചോളനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്രയും വർഷം വളർത്തി വലുതാക്കിയിട്ടുള്ള അച്ഛനും അമ്മയുടെയും വിഷമം മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്. സോ പാരന്റ്സും മനസ്സിലാക്കേണ്ട കാര്യം, മക്കൾ വന്നിട്ട് ഒരാൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ തന്നെ ഓപ്പോസ് ചെയ്യാൻ നിൽക്കാതെ ആ വ്യക്തിയെ കുറിച്ച് അന്വേഷിച്ച് അദ്ദേഹം നല്ലതാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ഫാമിലി നല്ലതാണെങ്കിൽ, മോളെ നോക്കാനുള്ള കാപ്പബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നടത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ നടത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഇഷ്ടമുള്ള ആളുകളോട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.